എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. എന്താണ് പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ? അപ്പം ഈ സന്ദർഭങ്ങളിൽ നമുക്ക് പ്രവൃത്തി പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് പ്രവൃത്തി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒന്നാമത്തെ നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻസിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിന്റെ മുകളിൽ നമ്മൾ ഒരു ബലം പ്രയോഗിക്കുന്നു. എന്താണ്? ഒരു വസ്തുവിന്റെ മുകളിൽ നമ്മൾ ഒരു ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ വസ്തുവിന് ഒരു സ്ഥാനാന്തരം സംഭവിക്കും. ഓക്കെ, എന്താണ്? ഒരു വസ്തുവിന്റെ മുകളിൽ നമ്മൾ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ആ വസ്തുവിന് ഒരു സ്ഥാനാന്തരം സംഭവിക്കുന്നു. അപ്പം അതും ഏത് ദിശയിലാണ്? നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ അതേ ദിശയിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ പ്രവൃത്തി നടന്നു എന്ന് പറയാം. പ്രവൃത്തി നടന്നു എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? ബലം, ഓക്കെ, ബലം ഗുണിക്കണം സ്ഥാനാന്തരം. ഓക്കെ, ബലം ഗുണിക്കണം സ്ഥാനാന്തരം ഗുണിക്കണം കോസ് തീറ്റ ആണ് കേട്ടോ പ്രവൃത്തിയുടെ. ഇതാണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ വരുന്നത്. എന്താണ്? ബലം ഗുണിക്കണം സ്ഥാനാന്തരം ഗുണിക്കണം കോസ് തീറ്റ. ഒരു മൂന്ന് കാര്യം കൂടി ഓർത്ത് വെക്കുക. എന്താണ്? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒന്നാണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. കോസ് 180 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. ഈ മൂന്ന് കാര്യം കൂടി ആലോചിച്ച് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. എന്താണ്? ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ ഞാനൊരു കല്ല് മുകളിലോട്ട് എറിയാണ് അല്ലെ? അപ്പൊ ഞാൻ കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് എന്താണ്? മുകളിലോട്ടല്ലേ? മുകളിലോട്ടൊരു കല്ലെറിയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ബലം മുകളിലോട്ടായിരിക്കും. ഭൂഗുരുത്വാകർഷണ ബലം എപ്പോഴും എങ്ങോട്ടായിരിക്കും? നമ്മുടെ ഭൂമിയുടെ കേന്ദ്രത്തിലോട്ടാണ് ഭൂഗുരുത്വാകർഷണ ബലം ഉണ്ടാവുക. അപ്പൊ അത് താഴോട്ടായിരിക്കും. അപ്പം ഇവിടെ എന്താ? ഇപ്പം ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഞാൻ എറിഞ്ഞ കല്ലിന്റെ മുകളിൽ ഞാൻ കൊടുത്ത ബലം, രണ്ടാമത്തേത് ഭൂഗുരുത്വാകർഷണ ബലം. ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? കോണളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ലേ കാണേണ്ടത്. അപ്പം പ്രവൃത്തിയുടെ ഇക്വേഷനിൽ നമുക്ക് എന്താക്കാം? കോസ് 180 വന്നാൽ എന്താ നടക്കുക? ഇവിടെ തീറ്റ 180 ആണെന്ന് നമുക്കറിയാമോ? അപ്പൊ പ്രവൃത്തിയുടെ ഇക്വേഷനിൽ കോസ് 180 വന്നാൽ അത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുക അല്ലേ? അപ്പം പ്രവൃത്തിക്ക് നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പൊ ഈ ഒരു കേസിൽ എന്ത്? മുകളിലോട്ട് കല്ലെറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത്, തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. എന്താണ്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് വീഴുന്നു അല്ലെ? താഴോട്ടാണ് എന്ത്? അപ്പൊ ബലം താഴോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണ ബലം എന്താണ്? താഴോട്ട് തന്നെയാണ്. അപ്പൊ ഇവ തമ്മിലുള്ള ആംഗിൾ എന്താണ്? 0 ഡിഗ്രിയാണ്. 0 ആവുമ്പോൾ എന്താണ്? കോസ് 90 എന്താണ് വരുന്നത്? 0 ആവുമ്പോൾ കോസ് 0 എന്താണ് വരുന്നത്? പോസിറ്റീവ് ആണ് വരുന്നത് അല്ലെ? പോസിറ്റീവ് 1 ആണ് വരുന്നത്. അപ്പൊ എന്താണ്? ഇത് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ടാണ് എന്ത് ബലം കൊടുക്കുന്നത്? കല്ല് മുകളിലോട്ടാണ് പോകുന്നത്. നാം പ്രയോഗിക്കുന്ന ബലം എന്താണ്? മുകളിലോട്ട് തന്നെയാണ് അല്ലെ? കല്ല് മുകളിലോട്ട് എറിയുന്നു, അപ്പം നാം പ്രയോഗിക്കുന്ന ബലം എന്താണ്? മുകളിലോട്ട് തന്നെയാണ്. അപ്പൊ അവിടെ എന്താ? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി തന്നെയാണ് വരിക. അപ്പൊ എന്താ? കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് 1 ആണ്. അപ്പൊ എന്താണ്? ഇതും എന്താണ്? പോസിറ്റീവ് ആണ്. എന്താണ്? പോസിറ്റീവ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ. ഏതാണ്? 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ എന്താണ്? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? എന്താണ്? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ
എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയപ്പം അധികം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ആർക്കെങ്കിലും ഈ ഒരു പോർഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ ഇതൊരു വീഡിയോ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് എക്സാമിന് മുന്നേ വീഡിയോ ആയിട്ട് തരുന്നതാണ്. പിന്നെ ഇതിൽ നോക്കിക്കോ, എഫിനും പിക്കും ഇടയിലാണ് വസ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? നമ്മളൊരു കോൺകേവ് ദർപ്പണാണ് നമ്മൾ വരയ്ക്കുന്നത്. എന്താണ് ഒരു കോൺകേവ്? സോറി, ഞാൻ വരയ്ക്കുന്നതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഒരു കോൺകേവ് ദർപ്പണമാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്, അല്ലെ? ഇതാണ് ഒരു കോൺകേവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇതിനെയാണ് നമ്മൾ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. എന്താണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത് ആണ്. പിന്നെ ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം എന്ന് പറയും. വക്രതാ കേന്ദ്രം നമ്മൾ സി ആയിട്ടാണ് സാധാരണ അതിനെ ഡിനോട്ട് ചെയ്യുക, വക്രതാ കേന്ദ്രം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഫോക്കസ് ഉണ്ട്. എന്താണ് ഫോക്കസ് ഉണ്ട്? ഇനി നോക്കിക്കോ, അപ്പൊ ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഒരു പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരികയാണെങ്കിൽ, എന്താണ് ഒരു കോൺകേവ് മിററിൽ ഒരു പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരികയാണെങ്കിൽ ആ പ്രകാശരശ്മി എന്തിൽ കൂടിയാണ് കടന്നു പോകുക? അതിന്റെ ഫോക്കസിൽ കൂടിയായിരിക്കും കടന്നു പോവുക. എങ്ങനെയാണ്? ഒരു കോൺകേവ് ദർപ്പണത്തിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ഒരു പ്രകാശരശ്മി അതിന്റെ ഫോക്കസിൽ കൂടി കടന്നു പോകും. ഇനി ഒരു പ്രകാശരശ്മി വക്രതാ കേന്ദ്രത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, എങ്ങനെയാണ്? വക്രതാ കേന്ദ്രത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് തിരിച്ചു പോകുന്നത് എന്തായിരിക്കും? ആ വക്രതാ കേന്ദ്രത്തിൽ കൂടി തന്നെയായിരിക്കും തിരിച്ചു പോകുക. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിൽ ചിത്രം ജസ്റ്റ് ഒന്ന് വരയ്ക്കാനുള്ള സ്ഥലം ഞാൻ അതുകൊണ്ടാണ് ഇത് താഴ്ത്താകുന്നത്. പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്താണ്? ഒരു കോൺകേവ് ദർപ്പണത്തിൽ യഥാർത്ഥ പ്രതിബിംബം, എന്താണ് നമ്മളെ പ്രതിബിംബങ്ങൾ എന്തൊക്കെയാ? യഥാർത്ഥ പ്രതിബിംബവും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? മിഥ്യാ പ്രതിബിംബവും ഉണ്ടാവും. എന്താണ്? യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും എന്തിലുണ്ടാവും? ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാവും. ഇനി മിഥ്യാ പ്രതിബിംബം ആണ് ഉള്ളതെങ്കിൽ, കോൺകേവ് ദർപ്പണത്തിൽ മിഥ്യാ പ്രതിബിംബം ആണ് ഉള്ളതെങ്കിൽ അതെന്തായിരിക്കും? വസ്തുവിനേക്കാൾ വലുതായിരിക്കും. എന്താണ്? വസ്തുവിനേക്കാൾ വലുതായിരിക്കും മിഥ്യാ പ്രതിബിംബം ആണെങ്കിൽ. വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ഇനി ഈ ഒരു കേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇമേജ് വരയ്ക്കുകയാണ്, ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു കോൺകേവ് ആണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയാണ് വക്രതാ കേന്ദ്രം, ഇവിടെയാണെന്ന് വിചാരിക്കുക. ഞാൻ ഒബ്ജക്റ്റ്, ഇതാണ് പോള്. നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്, വസ്തുവിനെ വെക്കുന്നത് എവിടെയാണ്? എഫിനും പോളിനും ഇടയ്ക്കാണ് കേട്ടോ. ഞാൻ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെയാണ്. ഇത് നല്ല വൃത്തിക്കൊക്കെ വരയ്ക്കുകയാണെങ്കിൽ റെഡിക്ക് കിട്ടും കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ഒബ്ജക്റ്റിനെ വെക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശരശ്മി ഇങ്ങനെ നേരെ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ പോകുന്ന സമയത്ത് അത് എന്താണ്? ഈ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് പ്രകാശരശ്മി പോകുന്നതെങ്കിൽ അത് എന്തിൽ കൂടെ കടന്നു പോകും? അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. എന്താണ്? ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇനി സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ഇങ്ങനെ ഒരു പ്രകാശരശ്മി പോവുകയാണെങ്കിൽ അത് ഇവിടെ എത്തി. അതെന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ലൈറ്റ് റേസിനെ, ഇതിനെ രണ്ടിനെയും ഞാനൊന്ന് നീട്ടി വരയ്ക്കുകയാണ്. അപ്പൊ നീട്ടി വരയ്ക്കുമ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ, ഈ ഒരു ബിന്ദുവിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് ലൈനുകളും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. എന്നാണ് എനിക്ക് വേണ്ട ആ ഒരു പ്രതിബിംബം ഇവിടെയാണ് എനിക്ക് കിട്ടുന്നത്. നോക്കിക്കേ, ഈ ഒരു പ്രതിബിംബം എന്താണ്? മിഥ്യയല്ലേ? കാരണം എന്താണ്? നമ്മുടെ കോൺകേവ് മിററിന് പുറത്തായിട്ടാണ് വരുന്നത്, മിഥ്യയാണ് പ്രതിബിംബം വരുന്നത്. കൂടാതെ ഇതെന്താണ്? നമ്മുടെ വസ്തു ഇതാണ്. ഈ ഒരു വസ്തുവിനെക്കാട്ടും വലിയൊരു എന്താണ്? പ്രതിബിംബമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നിവർന്നതാണ്. എന്താണ്? നിവർന്നതാണ് പ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു കോൺകേവ് മിററിൽ എഫിനും പിക്കും ഇടയിൽ ഒരു വസ്തു വെച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു പ്രതിബിംബം എന്ന് പറയുന്നത്? വസ്തുവിനേക്കാൾ വലുതായിരിക്കും, മിഥ്യ ആയിരിക്കും, നിവർന്നത് ആയിരിക്കും. ഈ ഒരു മിററിനെയും ലെൻസിനെയും കുറിച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ എടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനുഷ്യരുടെ ശ്രവണ പരിധി എത്ര ആണ്? എന്താണ്? മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. എത്രയാണ്?
നോക്കിയോ, ഈ ഒരു ചിത്രത്തിൽ കൂടി തന്നെ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഉള്ളിലാണ് വരുന്നത്. എന്താണ് 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഉള്ളിലാണ് എന്ത് പറയുന്നത്, നമ്മുടെ മനുഷ്യന്റെ ശ്രവണ സാധ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 20 ഹേർട്സിന്റെ താഴെയുള്ളതിന് എന്താണ് നമ്മൾ പറയുന്നത്, ഇൻഫ്രാസോണിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഫ്രാസോണിക്. 20 ഹേർട്സിന് മുകളിലാണെങ്കിൽ അൾട്രാസോണിക് ആണത് കേട്ടോ. അപ്പം മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഉള്ളിൽ വരുന്നതാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഈ 20 ഹേർട്സിൽ കുറവുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. 20,000 ഹേർട്സിൽ കൂടുതലുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് മാത്രമേ ഈ ഹേർട്സ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹേർട്സ് എന്ന് പറയുന്നത് എന്താണ്, ആവൃത്തി ഇല്ലേ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹേർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്താണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ് ഹേർട്സ് ആണ്. അപ്പം എന്താണ് 20,000 ഹേർട്സിന് മുകളിലുള്ളതിനെ അൾട്രാസോണിക് എന്നും 20 ഹേർട്സിന് താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്ന് പറയും. അപ്പം ഈ ഭൂകമ്പമൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ് മൃഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. കാരണം എന്താ, അവർക്ക് നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചെറിയ ശബ്ദതരംഗങ്ങളും അല്ലെങ്കിൽ വലിയ ശബ്ദതരംഗങ്ങളും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ വവ്വാലിന്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. വവ്വാൽ എന്താണ് രാത്രി കാലങ്ങളിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പം ഈ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന വവ്വാലിന് കണ്ണ് കാണില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അതെങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിന് പോകാൻ പറ്റുന്നത്? അതിന്റെ കാരണം എന്താണ്, അത് അൾട്രാസോണിക് രശ്മികളാണ് അത് പുറത്തു വിടുന്നത്. എന്താണ് ഈ അൾട്രാസോണിക് രശ്മികൾ പുറത്തു വിടുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, അത് പോയിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ തട്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് ആ വവ്വാലിന്റെ അടുത്തേക്ക് തന്നെ ആ രശ്മികൾ എന്താകുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ആ വവ്വാലിന് മനസ്സിലാവും എന്താണ് അതിന്റെ മുന്നിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിന് പോകേണ്ട വഴി ഏതാണെന്ന് വവ്വാലിന് അത് ഈ ഒരു അൾട്രാസോണിക് രശ്മികളിലൂടെ എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഈ പിക്ചറിൽ ഒന്ന് നോക്കിയാൽ തന്നെ കാണാം, ഓരോ നായകൾക്ക് നായകളുടെ നമുക്ക് കേൾക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് ഈ അൾട്രാസോണിക് പോർഷനിലോട്ടും നായകളുടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം എന്താണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്, മനുഷ്യന്റെ ശ്രവണ സാധ്യത എന്ന് പറയുന്നത് 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഉള്ളിലാണ് വരുന്നത്. 20 ഹേർട്സിന് കുറവാണെങ്കിൽ അത് ഇൻഫ്രാസോണിക്കും 20,000 ഹേർട്സിൽ കൂടുതലാണെങ്കിൽ അത് അൾട്രാസോണിക്കും ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 98 ഡിഗ്രി ഫാരൻ താപനില കെൽവിൻ സ്കെയിലിൽ എത്ര ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ, ചെറിയ 1-2 കാര്യങ്ങൾ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരമാണ്. അപ്പം 98 ഡിഗ്രി ഫാരൻഹീറ്റ് നമുക്ക് കെൽവിനിലോട്ട് മാറ്റണം. അപ്പം നമുക്ക് മാറ്റേണ്ടത് എങ്ങോട്ടാണ്, കെൽവിനിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പം ഞാൻ കെൽവിനിലോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറയ്ക്കുക. ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറച്ചിട്ട് അതിനെ 5/9 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്നതിന് എന്ത് ചെയ്യുക, 273.515 എന്ന വാല്യൂവിന് കൂട്ടാം. എന്താണിത്, ഫാരൻഹീറ്റിന് കെൽവിൻ സ്കെയിലിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ ആണ് എഫ് നിന്ന് 32 കുറയ്ക്കുക ഇൻറ്റു 5/9 പ്ലസ് 273.15. ഇനി തിരിച്ച് നമുക്ക് തന്നിരിക്കുന്നത് കെൽവിൻ സ്കെയിൽ ആണ്. അത് ഫാരൻഹീറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാ കിട്ടുക, കെൽവിനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുക, 273.15 മൈനസ് ചെയ്യുക. എത്രയാണ്, 273.15 മൈനസ് ചെയ്യുക അല്ലെ, ഇൻറ്റു ഈ 5/9 ഈ സൈഡിലോട്ട് പോകുമ്പോൾ എന്ത് വരും, 9/5 വരും, പ്ലസ് 32 വരും. ഓക്കെ, ഇങ്ങനെയാണ് കെൽവിനും ഫാരൻഹീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാം ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിൽ കണ്ടുപിടിക്കണം. നമുക്കൊരു കെൽവിനിലാണ് നമുക്കൊരു വാല്യൂ തന്നിട്ടുള്ളതെങ്കിൽ, താപനില കെൽവിനിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, നമ്മൾ കെൽവിനിൽ നിന്ന് 273.15 കുറച്ചാൽ മതി. ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ കെൽവിൻ നിന്ന് 273.15 കുറച്ചാൽ മതി. ഇനി കെൽവിനിലാണ് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളെങ്കിലോ
കെൽവിനിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? സെൽഷ്യസിനോട് എന്ത് ചെയ്യണം? 273.15 കൂട്ടിയാൽ മതി. ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ചിലപ്പം ഇതുപോലെ താപനിലയെ ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് മാറ്റാൻ ചിലപ്പം തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് മാത്രം മതി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? ഫാരൻഹീറ്റിലല്ലേ തന്നത്, നമുക്ക് കാണേണ്ട കെൽവിൻ ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 98 ആദ്യം എന്ത് ചെയ്യണം? 32 കുറയ്ക്കണം. 98 - 32 എന്ത് ചെയ്യണം? ഇൻറ്റു 5/9 പ്ലസ് എന്ത് ചെയ്യണം? 273.15. ഇതെന്താ ചെയ്താൽ 6ഉം 9 വെച്ച് 6 66 ഇൻറ്റു 5/9 വരും അല്ലേ. അപ്പം ഇത് ഏകദേശം എത്ര വരും? 3 2 എത്ര വരും? 110 വരും അല്ലേ. 5 2 10 110/3 വരും. അപ്പൊ എത്ര വരും? 3 9 അല്ലേ. 110/3 വരും. 3 9 20 6 3 18 20 6 36.66 വരും അല്ലേ. ഇവിടെയോ ഒന്ന് തെറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനോട് 273.15 ആണ് കൂട്ടേണ്ടത്. എത്രയോട്? 36.6 വരുന്നു വിചാരിക്കാം. അപ്പം 5 7 9 7 3 10 3 309.75 വരുന്നുണ്ട്. അപ്പൊ അതിന് സാമയായിട്ടുള്ളതിൽ എത്ര വരുന്നുണ്ട്? 310 കെൽവിൻ വരുന്നുണ്ട്. എത്രയാണ്? 310 കെൽവിൻ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമാണ്. അപ്പം ഇത് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും, ഇനി ഫാരന്റ് ആണെങ്കിൽ കെൽവിനിലോട്ട്, കെൽവിൻ ഫാരന്റിലോട്ട് മാറ്റാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത്? എന്താണ് ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത്? ഏതാണ്? എന്താണ് ചലനം എന്ന് പറഞ്ഞാൽ? ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മുന്നേ ഉള്ള ഒരു ചോദ്യത്തിൽ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. എന്താണ് ചലനം? നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത്. എന്താണ്? ചുറ്റുപാട് അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം വരികയാണെങ്കിൽ അതാണ് ചലനം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ചുറ്റുപാടിനെ അപേക്ഷിച്ച്. ഇപ്പൊ നമുക്ക് ചലനം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ മറ്റൊരു വസ്തുവിനെ അപേക്ഷിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? വേറൊരു വസ്തുവിന് ചലനം ഉണ്ടോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ 2 വസ്തുക്കൾ വേണം അല്ലേ. അപ്പം ഒരു വസ്തു എന്താണ്, ആ വസ്തു ചലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വസ്തുവിനെ നമ്മൾ അടിസ്ഥാനമാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുക. അപ്പം ഈ നമ്മൾ അടിസ്ഥാനമാക്കി പറയുന്ന ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയാ? അവലംബക വസ്തു. എന്താണ്? അവലംബക വസ്തു എന്ന് പറയാം. ഓക്കെ, അവലംബക വസ്തു. അപ്പം ചലനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ചലനം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു വസ്തുവിനെ നമ്മൾ ഒരു അടിസ്ഥാനമായിട്ട് വെച്ചിട്ടുണ്ട്. ആ വസ്തുവിനെയാണ് നമ്മൾ അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ആയിരുന്നു. അപ്പൊ ചലനം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ചലനവുമായി ബന്ധപ്പെട്ട മെയിൻ ആയിട്ടും 3 സമവാക്യങ്ങളാണ് കേട്ടോ ഉള്ളത്. എത്രയാണ്? 3 സമവാക്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? V = U + AT. എന്താണ് V = U + AT? S = UT + ½ AT². ഓക്കെ, പിന്നെ മൂന്നാമത് V² = U² + 2AS, അല്ലെങ്കിൽ U² = V² - 2AS. അപ്പം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ചലനവുമായി ബന്ധപ്പെട്ട സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? V² = U² + 2AS ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. എന്താണ്? ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. എന്താണ്? പെട്രോൾ കാറിൽ സാധാരണ രാസോർജം ഗതികോർജമാകുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. എന്താണ്? രാസോർജം ഗതികോർജമാകുന്ന പ്രവർത്തനമാണ് എവിടെ നടക്കുന്നത്? പെട്രോൾ കാറിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, പ്രകാശ
സംശ്ലേഷണം എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ എന്താ നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശോർജം എന്താണ്? പ്രകാശോർജം എന്തായിട്ട് മാറും? പ്രകാശോർജം എന്തായിട്ട് മാറും? രാസോർജമായിട്ട് മാറും. എന്താണ്? രാസോർജം ആയിട്ട് മാറും. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജം രാസോർജമായിട്ടാണ് മാറുന്നത്. ഇനി ഒരു വൈദ്യുതി ജനറേറ്ററിൽ എന്താണ്? ഒരു വൈദ്യുതി ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു വൈദ്യുതി ജനറേറ്ററിൽ എന്താ നടക്കുന്നത്? യാന്ത്രികോർജം എന്താണ്? യാന്ത്രികോർജം. ഓക്കെ, യാന്ത്രികോർജം എന്തായിട്ട് മാറുന്നുണ്ട്? യാന്ത്രികോർജം എന്തായിട്ട് മാറും? വൈദ്യുതോർജമായിട്ട് മാറും. എന്താണ്? വൈദ്യുതോർജമായിട്ട് മാറും. ഓക്കെ, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറും. ഇനി ഒരു മൈക്രോഫോൺ എടുക്കുകയാണെങ്കിലോ? ഒരു മൈക്രോഫോൺ എന്താണ്? ഒരു മൈക്രോഫോണിന്റെ കേസിൽ എന്താ നടക്കുന്നത്? മൈക്രോഫോണിന്റെ കേസിൽ എങ്ങനെയാണ്? എന്താണ് സംഭവിക്കുന്നത്? ശബ്ദോർജം എന്തായിട്ട് മാറുന്നുണ്ട്? ശബ്ദോർജം എന്തായിട്ട് മാറും? വൈദ്യുതോർജമായിട്ടാണ് മാറുക. എന്താണ്? വൈദ്യുതോർജമായിട്ടാണ് മാറുക. ഓക്കെ, അപ്പം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന എന്താണ്? രാസോർജം എന്തായിട്ട് മാറും? ഗതികോർജമായിട്ട് മാറുന്നു. പ്രകാശ സംശ്ലേഷണം ആണെങ്കിലോ? പ്രകാശോർജം രാസോർജമായിട്ടാണ് കേട്ടോ മാറുന്നത്. എന്താണ്? പ്രകാശോർജം രാസോർജമായിട്ട് മാറും. വൈദ്യുതി ജനറേറ്റർ ആണെങ്കിൽ യാന്ത്രികോർജം എന്തായിട്ട് മാറും? വൈദ്യുതോർജമായിട്ട് മാറും. മൈക്രോഫോൺ ആണെങ്കിൽ ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. എന്താണ്? സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. എന്താണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാല്? സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാല് ഭൂമിക്കും അതുപോലെ തന്നെ സൂര്യനും. അപ്പൊ സൂര്യൻ ഇവിടെ നമ്മൾ സൂര്യനും അതുപോലെ തന്നെ എന്താ ഞാൻ എഴുതിയ സൂര്യനാണ്. ഓക്കെ, സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരുന്നതാണ് സൂര്യഗ്രഹണം? ചന്ദ്രൻ വരുന്നതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് ചന്ദ്രൻ വരും. അപ്പൊ ഈ ചന്ദ്രന്റെ നിഴല് ഭൂമിയുടെ മുകളിൽ പതിയുന്ന സമയത്ത് ഇവിടെയുള്ള ഭൂമിയുടെ ഈ നിഴല് പതിഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാർക്ക് എന്ത് പറ്റില്ല? സൂര്യനെ കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. എന്താണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്? ഓക്കെ, ഈ സൂര്യഗ്രഹണം നടക്കുന്നതിന് എന്താ നമ്മൾ പറയുക? അമാവാസിയാണ് കേട്ടോ. എന്താണ്? അമാവാസി. സൂര്യഗ്രഹണം നടക്കുന്ന സമയമാണ് അമാവാസി. അപ്പം അങ്ങനെയാണെങ്കിൽ ചന്ദ്രഗ്രഹണം എന്താണ്? നമ്മള് പറഞ്ഞു സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണം. ഇനി സൂര്യനും ചന്ദ്രനും ഇടയിൽ എന്താണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ആര് വരും? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നതാണ് എന്ത്? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. എന്താണ്? ചന്ദ്രഗ്രഹണം. ഓക്കെ, ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നതാണെന്ന് ചന്ദ്രഗ്രഹണം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് പൗർണമിയാണ് കേട്ടോ. അപ്പം സൂര്യഗ്രഹണം നടക്കുന്നത് അമാവാസി, ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ പൗർണമി. അപ്പൊ ഇവിടെ എന്താ ചോദ്യം? സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം എന്താണ്? സൂര്യഗ്രഹണത്തിന് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അല്ലെ? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു ആണല്ലോ. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ എന്ത് വരുന്നു? ചന്ദ്രൻ വരുന്നു എന്നുള്ളതാണ് എന്ത്? ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. എന്താണ് അത്? നോക്കാം. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല അല്ലെ? അത് ശരിയാണ്. എന്തില്ല? ഹൈഡ്രജന് നിറവും ഇല്ല, മണവും ഇല്ല, എന്തുമില്ല? രുചിയും എന്തില്ല? ഹൈഡ്രജന് രുചിയും ഇല്ല. അടുത്തത്, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. അത് തെറ്റാണ് കേട്ടോ. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നില്ല? ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അത് ശരിയല്ലേ? നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് ഹൈഡ്രജൻ H2 എന്നല്ലേ പറയുന്നത്? എന്താണ് H2? ഇനി അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. എന്താണ്? 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് വിളിക്കുന്നു? ഇതില് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഏതാണ്? 1 ശരിയാണ്, 3 ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ഇല്ലേ? 3 മാത്രമാണ് ശരി. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. സോറി, 3 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? 2 മാത്രമാണ് തെറ്റ്. എന്ന് വെച്ചാൽ 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, അപ്പം
അപ്പൊ എന്താണ് ഹൈഡ്രജന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, രുചിയും ഇല്ല, കൂടാതെ അത് ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ വേഗത്തിൽ എന്താവും? കത്തും ട്ടോ. ഹൈഡ്രജൻ വേഗത്തിൽ കത്തും. അതും എന്താണ് ഹൈഡ്രജന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത്, ഹൈഡ്രജനും ഓക്സിജനും കൂടിയാണ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? വെള്ളം, വാട്ടർ ഉണ്ടാകുന്നത്, ജലം ഉണ്ടാകുന്നത് അല്ലേ? എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ജലം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ്? തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ആണോ? അത് തെറ്റാണ്. ഇനി വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നതാണ് ശരി. എന്താണ്? വ്യത്യസ്ത മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്താണ്? ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഹൈഡ്രജന്റെ കേസ് കേട്ടോ. ഏതാണ്? ഹൈഡ്രജന്റെ കേസിൽ നമുക്കറിയാലോ, ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ് ഇത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, അതുപോലെ തന്നെ ട്രീഷ്യം എന്ന് പറയുന്നത്. അതെന്താന്ന് എഴുതണോ? വേണ്ടല്ലോ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ് ഇത്. എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തുണ്ട്? ഇതിൽ ഒരു പ്രോട്ടോണും ന്യൂട്രോൺ എന്താണ്? 0 ന്യൂട്രോൺ ആണ് ഉള്ളത്. അടുത്ത കേസിൽ എന്താ? ഇതിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ഇതിലാണെങ്കിലോ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമാണ് ഉള്ളത്. ഈ ഹൈഡ്രജന്റെ ഈ ഒരു കേസ് തന്നെയാണ് നമുക്ക് ഐസോടോപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കേട്ടോ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ഐസോടോപ്സ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഓക്കെ, അതുപോലെ തന്നെ കാർബണിൻ്റെതും വരുന്നുണ്ട് കേട്ടോ. കാർബൺ 13, 14 ഒക്കെ, കാർബൺ 12. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അവസാനത്തെ ചോദ്യമാണ്, അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു 10 വരെയെങ്കിലും ബൈ ഹാർട്ട്, 10 അല്ല 20 വരെ പഠിച്ചിരിക്കുന്നതല്ലാണ്, 10 വരെയെങ്കിലും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ആദ്യത്തെ? എന്താ? ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ. ഇത് എത്രയാണ്? അറ്റോമിക് നമ്പർ 1, 2, 3, 4, 5 അല്ലേ? പിന്നെന്താ? ആറ്റോമിക് നമ്പർ 6 വരുന്നതാണ് കാർബൺ. ഓക്കെ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഓക്കെ, ഫ്ലൂറിൻ, നിയോൺ. ഇതാണ് ആദ്യത്തെ 10 എണ്ണം കേട്ടോ. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 8 ഏതാണ്? ഓക്സിജൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്സിജൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു 10 എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം. അതിന് ശേഷമുള്ളതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം 11 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 11 അറ്റോമിക് നമ്പർ വരുന്നത് മൂലകം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോഡിയം, മാഗ്നീഷ്യം, അങ്ങനെ നമ്മൾ അലൂമിനിയം ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോഡിയം, മാഗ്നീഷ്യം എത്രയാണ്? 12 ആണ്. അലൂമിനിയം എത്രയാണ്? ഓക്കെ, 13 ആണ്. അങ്ങനെ 20 വരെയെങ്കിലും നമ്മൾ മാക്സിമം എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാലോജൻസ്, അങ്ങനെയുള്ള പീരിയോഡിക് ടേബിളിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം എക്സാം എത്താറായി, 18-നാണ്. എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ അറ്റോമിക്കൽ നമ്പർ സംഖ്യ 8 ആയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ് കേട്ടോ. അപ്പൊ ഇത് ഓരോന്നിന്റെ അറ്റോമിക് നമ്പർ 1 മുതൽ 10 വരെയുള്ള ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതിയാണ്. ഏതാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, പിന്നെ നിയോൺ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എത്രയാണ്? പിന്നെ എനിക്കൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഈ മാത്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് എനിക്ക് ക്ലാസ് വേണമെങ്കിൽ ഈ 10th പ്രിലിംസിന് എക്സാമിന് മുമ്പേ ഇതുവരെ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലാസ് വേണം എന്നുള്ളവർ ഒന്ന് ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഈ കമന്റ് ഇട്ടാലും മതി. ഓക്കെ, ഞാൻ ചെയ്യുന്നതാണ്. അത്യാവശ്യമാണെങ്കിൽ ഇടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.